നമസ്കാരം, ഞാൻ ജോസഫ് ചാക്കോ. ഈ ലാബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ഈ ചാനലിൽ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുന്നതിനും സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതിനും ഒക്കെ ഉള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ സന്ദർശിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനത്തിനും ഒക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതാണ്. പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മളൊരു പുതിയ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രാമറിൻ്റെ ടോപ്പിക്കുകളെല്ലാം വിട്ട് ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ആ ടോപ്പിക്കുകളെല്ലാം വിട്ട് ഇംഗ്ലീഷിനെ നമുക്ക് എങ്ങനെ സംസാര ഭാഷ കുറച്ചുകൂടെ മനോഹരമാക്കി തീർക്കാം, ആസ്വാദ്യകരമാക്കി തീർക്കാം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. നമ്മളെപ്പോഴും മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ആശയം തന്നെ പ്രകടിപ്പിക്കാൻ വ്യത്യസ്ത തരത്തിലുള്ള വാചകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ആരോടാണോ പറയുന്നത് അതിനെ ആശ്രയിച്ച് നമ്മുടെ ഈ ആശയം, നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ ശൈലിക്ക് വ്യത്യാസമുണ്ടാകാം. നമ്മൾ സംസാരിക്കുന്നത് ഹൈലി ഒഫീഷ്യൽ ആകാം, ഒരുപക്ഷെ അത് ഇൻഫോർമൽ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമസി ഉള്ള വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ വേറൊരു സംസാര ശൈലി നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് മലയാളത്തിന് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമുക്ക് ഭാഷ അറിയാം. പല തരത്തിലും പല സാഹചര്യങ്ങളിലും കേട്ടും പറഞ്ഞും ഒക്കെ നമ്മൾ ഈ മലയാള ഭാഷയുടെ മേലൊരു ആധിപത്യം നമുക്കുള്ളത് കൊണ്ട് ഒരു ആശയം തന്നെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് പറയാനുള്ള കഴിവ് നമുക്കുണ്ട്. ഈ ഒരു കഴിവ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ വിനിമയം കൂടുതൽ രസകരവും കൂടുതൽ ആസ്വാദ്യകരവുമാകും. അങ്ങനെ ഒരു പരിശീലനമാണ് ഈ സീരീസ് വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു വാചകം നമ്മൾ പറയുമ്പോൾ 3 തരത്തിൽ നമുക്ക് ആ വാചകത്തെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഹൈലി ഫോർമൽ, ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന് ഇൻഫോർമൽ. ഇനി ഇതിനൊരു മൂന്നാമതൊരു തലമുണ്ട്, സ്ലാങ്, സംസാര ഭാഷ, സാധാരണ നാട്ടുഭാഷ. മലയാളം സംസാരിക്കുമ്പോൾ നമ്മളതിൽ വളരെ വിദഗ്ധരാണ്. നാട്ടുഭാഷയിൽ സംസാരിക്കാൻ നമ്മൾ വളരെ വിദഗ്ധരാണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സെൻറ്റൻസ് അതിനായി ഞാൻ ഉപയോഗിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത്? എന്തുകൊണ്ടാണ് നീ ഇന്നലെ എന്നോട് പറയാതെ പോയത്? ഈ ഒരു വാചകം എല്ലാ തരത്തിലും ഗ്രാമാറ്റിക്കൽ റൂൾസ് എല്ലാം പാലിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. നീ എന്തുകൊണ്ടാണ് ഇന്നലെ എന്നോട് ഒന്നും പറയാതെ പോയത്? അതിനകത്തൊരു പരിഭവമുണ്ട്, ഒരു പരാതിയുണ്ട്, ഒക്കെയുണ്ട്. നീ എന്തുകൊണ്ടാണ് ഇന്നലെ എന്നോടൊന്നും പറയാതെ പോയത്? ഈ സെൻറ്റൻസ് തന്നെ നമുക്ക് ഒരു ഇൻഫോർമലായിട്ടും ഒരു നാട്ടുഭാഷയിലുമൊക്കെ നമ്മൾ പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിലാണ് നമുക്ക് എങ്ങനെയൊക്കെ ഈ സെൻറ്റൻസ് നമുക്ക് പറയാൻ സാധിക്കും. നീ എന്തുകൊണ്ടാണ് ഇന്നലെ എന്നോട് പറയാതെ പോയത്? അതിന് ചില ശൈലികൾ നമുക്ക് ഉപയോഗിക്കാം. നീ എന്തുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് അങ്ങ് മുങ്ങിക്കളഞ്ഞത്? എന്നുള്ള സെൻറ്റൻസൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളും അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, കളം കാലിയാക്കുക. കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുള്ളത്. നീ എന്താണ് ഇന്നലെ പെട്ടെന്ന് കളം കാലിയാക്കിയത്? കളം കാലിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ല, ഒന്നും പറയാതെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മൾ അവിടെ നിന്ന് പോയി കളഞ്ഞു. അതാണ് കളം കാലിയാക്കുക. മറ്റൊന്ന്, അപ്രത്യക്ഷമാകുക, സ്ഥലം വിടുക. കേട്ടിട്ടില്ല നമ്മളങ്ങനെ ഒരു ശൈലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നീ എന്താണ് ഇന്നലെ പെട്ടെന്ന് സ്ഥലം വിട്ടത്? ഒരു മുന്നറിയിപ്പ് ഒന്നും കൂടാതെ നീ പെട്ടെന്ന് സ്ഥലം വിട്ടത് എന്തുകൊണ്ടാണ്? പിന്നെ നമ്മൾ പറയാറില്ലേ, പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഇതിൻ്റെ എല്ലാം ആശയം നീ എന്തുകൊണ്ടാണ് ഇന്നലെ പോയപ്പോൾ എന്നോട് പറയാതെ പോയത്? ഇത് തന്നെയാണ് ഇതിൻ്റെ ആശയം. എന്നോടൊന്നും പറഞ്ഞില്ല, പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതും ഒരു നാടൻ ഭാഷയാണ്, ഒരു ഗ്രാമീണ ശൈലിയാണ്, നമ്മുടെ സാധാരണ സംസാര ശൈലിയാണ്. അതുപോലെ എന്ത് പറ്റി, എന്തു സംഭവിച്ചു, പെട്ടെന്ന് ആളെ കാണാനില്ലായിരുന്നല്ലോ. ഇത്തരത്തിൽ നമ്മൾ വിവിധ തരത്തിൽ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കും. അത് ആരോടാണ് നമ്മൾ പറയുന്നത്, അവരുമായിട്ടുള്ള അടുപ്പം, ഇൻറ്റിമസി ഒക്കെ ആശ്രയിച്ചാണ് നമ്മൾ വ്യത്യസ്ത വാചകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളം നമുക്കത് സാധിക്കും, കാരണം നമുക്ക് മലയാളത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട്. ഇതേ ഒരു സംഭാഷണ ശൈലി
ഇംഗ്ലീഷിലേക്ക് വരുത്തി തീർക്കാൻ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഭാഷ കൂടുതൽ ആസ്വാദികരവും കൂടുതൽ രസകരവും കൂടുതൽ ഫലപ്രദവുമാകും. ആ ഒരു പരിശീലനമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വാചകം തന്നെ നമുക്കൊന്ന് എടുക്കാം. നീ എന്തുകൊണ്ടാണ് ഇന്നലെ എന്നോടൊന്നും പറയാതെ പോയത്? ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക? വൈ ഡിഡിൻറ്റ് യു ടെൽ എനിത്തിങ് വെൻ യു ലെഫ്റ്റ് യെസ്റ്റർഡേ? വൈ ഡിഡിൻറ്റ് യു ടെൽ എനിത്തിങ് വെൻ യു ലെഫ്റ്റ് യെസ്റ്റർഡേ? വെൻ യു ലെഫ്റ്റ് യെസ്റ്റർഡേ, ഇന്നലെ നീ പോയപ്പോൾ എന്തുകൊണ്ടാണ് എന്നോട് ഒന്നും പറയാതെ പോയത്? ഈ ഒരു സെൻറ്റൻസാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്നത്. എല്ലായിടത്തും നമ്മൾ ഈ സെൻറ്റൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പറയേണ്ട സാഹചര്യം വരുമ്പോൾ ഈ ഒരു സെൻറ്റൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈ ഡിഡിൻറ്റ് യു ടെൽ എനിത്തിങ് വെൻ യു ലെഫ്റ്റ് യെസ്റ്റർഡേ? ഇനി നമുക്ക് വേറെ തരത്തിൽ സെൻറ്റൻസ് ഒന്ന് പറയാം. വൈ ഡിഡ് യു ലീവ് യെസ്റ്റർഡേ വിതൗട്ട് ഇൻഫോമിങ് മീ? വൈ ഡിഡ് യു ലീവ് യെസ്റ്റർഡേ വിതൗട്ട് ഇൻഫോമിങ് മീ? വൈ ഡിഡ് യു ലീവ് യെസ്റ്റർഡേ വിതൗട്ട് ഇൻഫോമിങ് മീ? ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അറിയിക്കുക. എന്നോടൊന്നും അറിയിപ്പൊന്നും കൂടാതെ നീ എന്തുകൊണ്ടാണ് ഇന്നലെ പോയത്? അങ്ങനെയും ആ സെൻറ്റൻസ് പറയാം. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്കിത് ഇപ്പം നമ്മളിത് കണ്ടു കഴിഞ്ഞു. വൈ ഡിഡിൻറ്റ് യു ടെൽ എനിത്തിങ് വെൻ യു ലെഫ്റ്റ് യെസ്റ്റർഡേ? നീ ഇന്നലെ പോയപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. മറ്റൊന്ന് തരത്തിൽ പറയുന്നത് വൈ ഡിഡ് യു ലീവ് യെസ്റ്റർഡേ വിതൗട്ട് ഇൻഫോമിങ് മീ? ഇനി നമുക്ക് വേറെ തരത്തിൽ പറയാൻ സാധിക്കുമല്ലോ. വൈ ഡിഡിൻറ്റ് യു നോട്ടിഫൈ മീ? നോട്ടിഫൈ എന്നുള്ള വാക്ക് നമുക്കെല്ലാം പരിചയമുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാറുണ്ട്. നോട്ടിഫിക്കേഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാം. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയിപ്പ് തന്നെയാണ്. ഒന്നുമില്ല, സെൻറ്റൻസ് നോക്കാം. വൈ ഡിഡിൻറ്റ് യു നോട്ടിഫൈ മീ ബിഫോർ ലീവിങ്? ഇന്നലെ പോയപ്പോൾ നീ എന്നോട് ഒരു അറിയിപ്പും തരാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? ഇനി മറ്റൊരു തരത്തിൽ ആ സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വൈ ഡിഡ് യു ഫെയിൽ ടു ഇൻഫോം മീ അബൌട്ട് യുവർ ഡിപ്പാർച്ചർ യെസ്റ്റർഡേ? ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ അറൈവൽ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. നീ പുറപ്പെട്ടപ്പോൾ നീ എന്നോട് അറിയിക്കുവാൻ നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞില്ല. വൈ ഡിഡ് യു ഫെയിൽ ടു ഇൻഫോം മീ? ഇതെല്ലാം ഒരു ഔദ്യോഗികമായ ഒഫീഷ്യലായിട്ടുള്ള ഫോമലായിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഇൻഫോർമലായിട്ട് സ്ലാങ്ങിൽ, അതായത് നാടൻ ശൈലിയിൽ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ക്ലാസ്സിൽ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. ഇങ്ങനൊരു ആശയം നിങ്ങൾക്കറിയാം. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവും വാക്കുകൾക്കില്ല. പക്ഷേ ചില സമയത്ത് വാചകങ്ങളിൽ ആ സെൻറ്റൻസ്, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ശക്തി, ഒരു അർത്ഥതലം അതിന് വരികയാണ്. നമുക്ക് ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, ചില അർത്ഥമില്ലാത്ത ചില വാക്കുകൾ ന്യൂസ് റീഡേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിലൊരു വാക്കാണ് തീർച്ചയായും. എപ്പോഴും അവർ പറയാറുണ്ട് തീർച്ചയായും, ഓക്കെ, ശരി, എന്നാൽ പിന്നെ, അങ്ങനെയുള്ള ചില അർത്ഥമില്ലാത്ത വാക്കുകളുണ്ട്. അത് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. അപ്പം നമ്മൾ നാടൻ ശൈലിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, സ്ലാങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്? ഒരു സംഭാഷണം തുടങ്ങുന്നതിനുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഇടിച്ച് കയറുന്നതിന്, ഒരു സംസാരം ഒന്ന് തുടങ്ങി വെക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില ശബ്ദങ്ങൾ മാത്രമാണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് ഒരു ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഏയ്, ഇതൊരു ഡിസ്കോഴ്സ് മാർക്കറാണ്. അയ്യോ, ഒരു ഡിസ്കോഴ്സ് മാർക്കറാണ്. പിന്നെ നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡുണ്ട്, ബ്രോ. എന്താണ് ബ്രോ എന്ന വേർഡിൻ്റെ അർത്ഥം? ബ്രോ എന്ന വേർഡിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇംഗ്ലീഷിൽ ബ്രോ എന്ന് പറയുന്നൊരു വേർഡിന് അർത്ഥമില്ല. ബ്രദർ തന്നെയാണ്, അതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ബ്രോ. അതൊരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രോ. അതൊരു ഡിസ്കോഴ്സ് മാർക്കറാണ്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ് നമുക്ക് ഡിസ്കോഴ്സ് മാർക്കറായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മുടെ സംസാരത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ആശയത്തിൻ്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കാനും, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കാനും, ഒരു ഭാഷയേക്കാൾ ഉപരി ഒരു ഇൻറ്റിമസിക്ക് പ്രാധാന്യം കൊടുക്കാനുമായിട്ട് ആണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. മറ്റൊരു മേഖലയുണ്ട്, അതായത് ചില ഫ്രേസസ്. ഉദാഹരണത്തിന് മുങ്ങുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഡിപ്പ് ഔട്ട്. ഡിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഡിപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിപ്പിൽ ആളെ കാണാനില്ല. അപ്പം ഡിപ്പ് ഔട്ട്. അതുപോലെ തന്നെ അതേ അർത്ഥം വരുന്ന മറ്റൊരു ഫ്രേസാണ് സ്നീക്ക് ഓഫ്. അതും
പെട്ടെന്ന് അപ്രത്യക്ഷമാകുക, പെട്ടെന്ന് മുങ്ങുക എന്നാണ് ആ വാക്കിൻ്റെ ആ ഫ്രേസിൻ്റെ അർത്ഥം, സ്ലീപ്പ് ഓഫ്. മറ്റൊന്നാണ് വാട്സാപ്പ്. വാട്സാപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു സോഷ്യൽ മീഡിയയാണ് വാട്സാപ്പ്. അതല്ല, ഇത് വാട്സപ്പ് നമ്മളെപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോഴേ നമ്മൾ ചോദിക്കും വാട്സപ്പ് എന്ത് സംഭവിച്ചു, എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അപ്പോൾ വാട്സപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സ് മാർക്കേഴ്സും നമ്മളിപ്പം മനസ്സിലാക്കിയ ഈ ഫ്രേസസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ നമുക്ക് നാടൻ ശൈലിയിൽ ഇതേ സെൻസ് നമുക്ക് പറയാം. അതുപോലെ തന്നെ വാനിഷ്, ഡിസപ്പിയർ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ടേക്ക് ഓഫ്. സാധാരണ ഈ വിമാനങ്ങളൊക്കെ പറന്നു വരുന്നതിനാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു വ്യക്തി ടേക്ക് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നു പോയെന്നല്ല അർത്ഥം, പെട്ടെന്ന് ആ സമയത്ത് അവിടെ നിന്ന് ആൾ അപ്രത്യക്ഷമായെന്നാണ് അർത്ഥം. അപ്പോൾ ഡിസപ്പിയർ എന്ന് പറയാം, വാനിഷ് എന്ന് പറയാം, ടേക്ക് ഓഫ് എന്ന് പറയാം, ഡിപ്പ് ഔട്ട് എന്ന് പറയാം, സ്നീക്ക് ഓഫ് എന്ന് പറയാം. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്തുകൊണ്ടാണ് നീ ഇന്നലെ എന്നോട് പറയാതെ പോയത്? ഡിപ്പ് ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. വൈ ഡിഡ് യു ഡിപ്പ് ഔട്ട് യെസ്റ്റർഡേ വിതൗട്ട് ടെല്ലിങ് മീ? എന്നോടൊന്നും പറയാതെ നീ എന്താണ് ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞത്, അവിടുന്ന് അപ്രത്യക്ഷമായത്, നീ പോയത് എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ നീ അപ്രത്യക്ഷമാണ്? അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഡിപ്പ് ഔട്ട്. വൈ ഡിഡ് യു ഡിപ്പ് ഔട്ട് യെസ്റ്റർഡേ വിതൗട്ട് ടെല്ലിങ് മീ? എന്നോടൊന്നും പറയാതെ നീ എന്താണ് ഇന്നലെ മുങ്ങിക്കളഞ്ഞത്? വാട്ട്സ്ആപ്പ് മാൻ, യു ജസ്റ്റ് ടുക്ക് ഓഫ് വിതൗട്ട് ടെല്ലിങ് മീ? എന്നോടൊന്നും പറയാതെ നീ എന്താണ് ഇന്നലെ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്തത്, മുങ്ങിക്കളഞ്ഞത്? സ്നീക്ക് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ. വേർ ഡിഡ് യു സ്നീക്ക് ഓഫ് ടു യെസ്റ്റർഡേ? സ്നീക്ക് ഓഫ് ടു, നീ എങ്ങോട്ടാണ് മുങ്ങിക്കളഞ്ഞത്? എങ്ങോട്ടാണ് സ്ഥലം വിട്ടത്? എങ്ങോട്ടാണ് നീ കളം കാലിയാക്കിയത്? എങ്ങോട്ടാണ് നീ പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞത്? വേർ ഡിഡ് യു സ്നീക്ക് ഓഫ് ടു യെസ്റ്റർഡേ? സ്നീക്ക് ഓഫ്. വേർ ഡിഡ് യു സ്നീക്ക് ഓഫ് ടു യെസ്റ്റർഡേ? വേർ ഡിഡ് യു സ്നീക്ക് ഓഫ് ടു യെസ്റ്റർഡേ? വേർ ഡിഡ് യു വാനിഷ് ടു യെസ്റ്റർഡേ ബ്രോ? വേർ ഡിഡ് യു വാനിഷ് ടു? നീ എങ്ങോട്ടാണ് മറഞ്ഞത്? അങ്ങനെ സെൻറ്റൻസ് പറയാം. വേർ ഡിഡ് യു വാനിഷ് ടു യെസ്റ്റർഡേ ബ്രോ? ഇതെല്ലാം സംസാരത്തിന് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്ന ഭാഷാ ശൈലിയാണ്. ഇതുപോലെയുള്ള നാടൻ ശൈലിയിലേക്ക് നമ്മുടെ സംസാരത്തെ മാറ്റാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗത സെൻറ്റൻസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയൊന്ന് മാറ്റി പല തരത്തിൽ ആ സെൻറ്റൻസ് നമുക്കൊന്ന് പറയാനായിട്ട് ശ്രമിച്ചാൽ കുറേ വാചകങ്ങൾ നമ്മളങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ കൂടുതൽ മറ്റ് ആശയങ്ങൾ നമുക്ക് പറയാനുള്ള കഴിവ് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ഇതൊരു പരിശീലനമായിട്ടും ഒരു പഠനമായിട്ടും ഒക്കെ കരുതാം. ഇതൊരു എക്സസൈസാണ്, ഒരു വ്യായാമമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു പരിശീലനവും ഇതൊരു പഠനവും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നമ്മുടെ സംസാരം കൂടുതൽ രസകരമാകട്ടെ, കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാകുന്നതാകട്ടെ. ഒരു വാചകത്തിൽ തന്നെ നമ്മൾ പിടിച്ച് നിൽക്കാതെ, അവിടെ കെട്ടപ്പെട്ട് നമ്മൾ ഇരിക്കാതെ, നമ്മളിത് വ്യത്യസ്ത തരത്തിലുള്ള സെൻറ്റൻസുകളിലേക്കും ആരോട് നമ്മൾ സംസാരിക്കുന്നു അവരുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഫോമലായിട്ട് പറയേണ്ട സാഹചര്യം വരുമ്പോഴും, ഒഫീഷ്യലായിട്ട് പറയേണ്ട സാഹചര്യം വരുമ്പോഴും, ഇൻഫോമലായിട്ട് പറയേണ്ട സാഹചര്യം വരുമ്പോഴും, സ്ലാങ് നാട്ടുഭാഷ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ട് ഭാഷ ഉപയോഗിക്കാനുള്ള പരിശീലനം നമുക്കൊന്ന് നേടാം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.